അവർക്ക് തന്നെ വേണ്ടിട്ടാ നാടിന് വേണ്ടിട്ടല്ലേ. ഹലോ, എല്ലാവർക്കും ആദ്യം തന്നെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞാനിന്ന് എവിടെയാണുള്ളതെന്നറിയോ? ഇന്ന് നമ്മളുടെ നാട്ടിൽ ഒരു പായസം ചാലഞ്ച് നടക്കുന്നുണ്ട്. അതായത് പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരു പായസം ചാലഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് വന്നതാണ് കേട്ടോ. പിന്നിൽ കണ്ടോ മുളങ്കാടുകളൊക്കെ ഉള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നടത്തുന്നത് ആരാന്നറിയാം? നമ്മളുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടാവുകയാണെച്ചെങ്കിലും ഇവിടെ എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ എന്ന് തന്നെ പറയാം, യൂത്ത്. അവരുടെ ഒരു ക്ലബ്ബുണ്ട്, ഒരു യൂത്ത് ക്ലബ്ബുണ്ട്, റയോട്ട്സ് ക്ലബ്ബ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് പ്രോഗ്രാം, എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും അവരായിരിക്കും മുന്നിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളായപ്പോഴും അവർ തന്നെയാണ് ഇങ്ങനൊരു ചാലഞ്ച് നടത്തുന്നത് കേട്ടോ, പായസം ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എൻ്റെ പിന്നിൽ, ഈ മുളങ്കൂട്ടത്തിൻ്റെ പിന്നിൽ അവരെല്ലാവരും അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് അവരോട് തന്നെ പോയി ചോദിച്ചേക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഹലോ ഹലോ, എല്ലാവരും ഇവിടെ ഗംഭീര ജോലിയിലാണ് കേട്ടോ. എന്താ പായസം ഇവിടെ പാക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിയാറായി തോന്നുന്നു അല്ലേ? ഞാൻ എത്താൻ ഇത്തിരി ലേറ്റായി. ഇവർ രാത്രി എത്ര മണിക്ക് തുടങ്ങി? 10. ഞാനിങ്ങനെ വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നോക്കുന്ന സമയത്ത് 12:30 എനിക്ക് മെസ്സേജ് കണ്ട് അരുൺ ഇവിടെ ഇല്ല അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് വേണ്ടി വീഡിയോ ഇവിടെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പായസം ചാലഞ്ച്. ഇത് നിങ്ങൾ പെരുന്നാളിന് ആദ്യമായിട്ടാണോ ചെയ്യണേ? രണ്ടാമത്തെ വർഷം. ഓണത്തിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സെലിബ്രേഷൻ നടക്കുകയാണെങ്കിലും ഇവരാണ് മുൻപിലുള്ള യൂത്ത് നമ്മളെ നാടിൻ്റെ തന്നെ. അപ്പോൾ കണ്ട പായസം. ഇപ്പം ഇത് എത്ര ലിറ്റർ ഉണ്ടാക്കി? 150 ലിറ്ററോ? ഓ മൈ ഗോഡ്, അത് ശരി. ഓക്കെ, 150 ലിറ്റർ. അപ്പോൾ അത് ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കൊണ്ടു കൊടുക്കൂല്ലേ? ഇപ്പം സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി ആയിട്ടില്ല കേട്ടോ, 8 മണി ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഫുൾ റെഡിയായി പാക്കായി ഓരോരുത്തരുടെ വീട്ടിലെത്തിച്ചു തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാൻ എന്താ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം, അതും കൂടെ ഒന്ന് പറയുമോ? അതന്നെ. ആ ക്ലബിൻ്റെ പേരൊന്ന് പറയുമോ ശരിക്കും? റിയോട്ട്സ് യൂത്ത് ക്ലബ്ബ്. അതാണ് നമ്മളെ നാട്ടിലത്തെ. അപ്പോൾ ശരിക്കും ക്ലബ്ബ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്കൊക്കെ വരിക ഒരു ബിൽഡിങ്ങിൽ ഒരു റൂമൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ കണ്ട ഒരു കുഞ്ഞ് ഹട്ട്, അതാണ് കേട്ടോ ഇവിടുത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലമാണേ. ഇവിടെയാണ് നിങ്ങളെല്ലാവരും കൂടുന്ന സ്ഥലം അല്ലേ? ഓക്കെ. ഇതിലിത്ര പേരൊന്നും അല്ല കേട്ടോ, ഒരുപാട് പേരുണ്ടല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ ഇതിലിരിക്കുകയാണ് തോന്നുന്നു അല്ലേ? രാത്രി 10 മണിക്ക് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇതല്ലായിരുന്നു ഇവിടെ എല്ലാം ഉണ്ടാക്കിയേ. യെസ്, ഇവിടെ വലിയ ഉരുളിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലടയല്ലേ? പാലട ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ പറ ആദ്യം. അടിപൊളിയായിരിക്കും. കാരണം ഞാനും മുന്നേ കഴിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരിക്കും. നല്ല കിടു ടേസ്റ്റാണ്. ആരുണ്ടാക്കിയേ? പൂക്കാട്ടില്ലേ? ശരി. ഓക്കെ. അപ്പം നല്ല സംഭവമായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നിറയെ എല്ലാം പാക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പാക്കാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർ, ബാക്കിയുള്ള കുറേ പേര് അതിങ്ങനെ പാക്ക് എന്താ പറയുക ഓരോ വീട്ടിലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ കണ്ടോ, അവർ മൊത്തം ആക്റ്റീവായിട്ട് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലട എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയില്ല, അത് നല്ല പോലെ പണിയെടുക്കണം അല്ലേ? അതിന് നല്ല പിങ്ക് കളർ പാലടയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇളക്കി കുറുക്കി കൊണ്ടുവരിക പറഞ്ഞാൽ കുറച്ചൊന്നും പണിയല്ല, നല്ല പാട് തന്നെയാണ്. അപ്പോൾ അവർ രാത്രി തുടങ്ങിയിട്ട് രാവിലെ 5:45 വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എന്നിട്ട് അത് രാവിലെ ആയ ഉടനെ തന്നെ ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് പാക്കാക്കി ഓരോ വീടുകളിലും എത്തിക്കുകയായിരുന്നു കേട്ടോ.
പിന്നല്ല അല്ല പിന്നെ ആർക്ക് വേണ്ടിട്ടാ? അവർക്ക് തന്നെ വേണ്ടിട്ടാ? നാടിന് വേണ്ടിട്ടല്ലേ? അത് അതെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതെ ഓ ശരി, ആള് ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് പായസം കുടിച്ചു നോക്കിയോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ വന്നപ്പോ ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു. എനിക്കും കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ പായസം അടിപൊളി പായസം കേട്ടോ. അവിടെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ തൊട്ട് തന്നെ പറഞ്ഞപ്പോൾ. എനിക്കിവിടെ പായസം റെഡിയാണ് കേട്ടോ. ഞാൻ എന്തായാലും കുടിച്ചു നോക്കട്ടെ. ഇതെങ്ങനെ പായസത്തിന്റെ 1 ലിറ്ററിന്റെ പാക്കറ്റ് ആണല്ലേ ഉണ്ടാക്കണേ? 1/2 ലിറ്ററുണ്ട്. 1 ലിറ്ററിന് 200 രൂപ. ഓക്കെ, അപ്പം എന്താണ് സംഭവം. അപ്പം ഞാൻ എന്തായാലും പായസം കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്തായാലും ഞാൻ പായസം കഴിച്ചു. അടിപൊളി സൂപ്പർ ആട്ടോ. ഞാൻ മുന്നേ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ പൊളി പൊളി പൊളി. ഇവരെല്ലാവരും പായസമൊക്കെ പാക്ക് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വിഷു പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണം, നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇന്നത്തെ കാലത്ത് മുളംകൂട്ടങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, വലിയ മുളംകൂട്ടം. പിന്നെ എന്താ കണ്ടോ, അവിടെയൊക്കെ നിറയെ വലിയ മുളംകൂട്ടാണ്. വലിയൊരു മരം. ഇതിലും കൂടുതൽ എന്ത് വേണം ഒരു ക്ലബ്ബിൽ? കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഇവിടെയൊക്കെ നടക്കും. ഇവരുടെ ഈ ഒരു ഹട്ടാണ് മെയിൻ എന്ന് പറയണത് സംഭവം. കണ്ടോ, ഭയങ്കര രസമല്ലേ? എല്ലാവർക്കും കൂടി വന്നിരിക്കണം. ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഹട്ടാണ്. ഇവിടെ ചൂടൊന്നും അറിയില്ല കേട്ടോ, തീരെ ചൂടൊന്നും അറിയില്ല. കാരണം നല്ല വലിയ മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ. വലിയ ചെമ്പ് നിറയെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പായസം. അപ്പം ഞാൻ രാവിലെ 7:30 അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഇത് കണ്ടോ, ഇത്രയും കാലിയായി കഴിഞ്ഞു. എല്ലാം സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളുടെ വീട്ടിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലത്തെ 2 പാക്കറ്റ് നമ്മളുടെ വീട്ടിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ഒരു യൂത്ത് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടിന് അത് നാടിൻ്റെ വളർച്ചയ്ക്കും എല്ലാ കാര്യത്തിനും അല്ലേ, യൂത്ത് ക്ലബ്ബൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ത് കാര്യത്തിനും എവിടെയും ഓടിയെത്താൻ അവരുണ്ടാവും. ആഘോഷമാണെങ്കിലും ശരി, ബാക്കി എങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും അവർ എപ്പോഴും എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ലോകത്തിലെ ഇവിടെ എല്ലായിടത്തും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഫാമിലിയുടെ വകയും കൂടി പെരുന്നാൾ ആശംസകൾ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ പെരുന്നാളൊക്കെ ആഘോഷിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരെയ്ക്കും ബൈ.